Hi, my dear students. Welcome to Mathematics Online Classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7th ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സിമിലർ ട്രയാങ്കിൾ അഥവാ സദൃശ്യ ത്രികോണങ്ങൾ. ഓക്കേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എപ്പോഴാണ് രണ്ട് ത്രികോണങ്ങൾ, രണ്ട് ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ ആവുന്നത് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ ആവുന്നത്. രണ്ട് കേസസ് ആണ് പറയുന്നത്. ആംഗിൾസ് ഈക്വൽ ആവണം, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സൈഡ് പ്രൊപ്പോർഷണൽ ആണ്. ആംഗിൾസ് ഈക്വൽ ആവണം, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് പ്രൊപ്പോർഷണൽ ആവണം. ഓക്കേ. അപ്പോൾ ഞാൻ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR. ഓക്കേ. ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR. ഓക്കേ. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ R. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഓക്കേ. അടുത്തത് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ P ആണ്. അതുപോലെ ആംഗിൾ C ഈക്വൽ ടു എന്താണ്? ആംഗിൾ Q ആണ്. അപ്പോ ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ആംഗിൾസ് മൂന്ന് ആംഗിളും ഈക്വൽ ആയിട്ട് മാറും. ഒരു കണ്ടീഷൻ. ഓക്കേ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആംഗിൾ A ഇതാണ്, അതിന് ഓപ്പോസിറ്റ് വരുന്ന BC. ഓക്കേ. ആംഗിൾ R അതിന് ഓപ്പോസിറ്റ് വരുന്ന PQ. ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. അടുത്ത ആംഗിൾ B ആണ്, അതിന് ഓപ്പോസിറ്റ് ഉള്ളത് AC. ആംഗിൾ P ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് QR. അടുത്ത C ഓപ്പോസിറ്റ് ഉള്ളത് AB, Q ന് ഓപ്പോസിറ്റ് ഉള്ളത് PR. ഈ മൂന്ന് ഫ്രാക്ഷനും അല്ലെങ്കിൽ റേഷ്യോസും ഈക്വൽ ആയിരിക്കും. അതിനാണ് നമ്മൾ പ്രൊപ്പോർഷണൽ അഥവാ ആനുപാതികമാണ് അല്ലെങ്കിൽ അനുപാതം എന്ന് പറയുന്നത്. ഓക്കേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഷുഡ് ബി ഈക്വൽ. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളിനും ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണലും ആയിരിക്കണം. ഓക്കേ. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കേസ്, ആംഗിൾ ഈക്വൽ ആണെങ്കിൽ, മൂന്ന് ആംഗിളും ഈക്വൽ ആണെങ്കിൽ സൈഡ് എന്തായിക്കോളും? പ്രൊപ്പോർഷണൽ ആയിക്കോളും. ഓക്കേ. അപ്പൊ മൂന്ന് ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇതെന്ത് ആണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. ഓക്കേ. അപ്പോ എന്ത് പറയാം? സിമിലർ ട്രയാങ്കിൾ ആകുമ്പോ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണലും ആവും. ഓക്കേ. അപ്പൊ ഈ 6 കണ്ടീഷൻ നമ്മൾ നോക്കണ്ട. ആംഗിൾസ് ഈക്വൽ ആണോ നോക്കുക, ആണെങ്കിൽ അത് സിമിലർ ആയി. കോണുകൾ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുക, ആണെങ്കിൽ അതെന്തായി? സദൃശ്യ ത്രികോണങ്ങളാണ്. ഓക്കേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ സംഭവം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു തീർക്കണമെങ്കിൽ തന്നെ സമയം എടുക്കും. അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഓക്കേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും. ഓക്കേ. അപ്പൊ ആദ്യം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുക, കൂടെ നിങ്ങളുടെ നോട്ടും പേനയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പേജ് നമ്പർ 100, പുതിയ ടെക്സ്റ്റിൽ 100, പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ പേജ് നമ്പറിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതില് കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതിന് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ ഏതാണോ അതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ആ ക്വസ്റ്റ്യൻ നോട്ട് ബുക്കിലോട്ട് എഴുതുക. എന്നിട്ട് നമുക്ക് അതിന്റെ ആൻസർ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റ് ടു എൻഡ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ ആംഗിൾ ഓഫ് ഈക്വൽ സൈസ് ആർ ഡ്രോൺ ആൻഡ് 2 പോയിന്റ് ഓൺ ദി സ്ലാന്റഡ് ലൈൻ ആർ ജോയിൻഡ്. ഓക്കേ. അപ്പൊ ഒരു ലൈൻ എടുക്കാം. ഓക്കേ. അതിന്റെ രണ്ട് എൻഡ് പോയിന്റ് ഫിഗർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോ ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കണമെന്നില്ല. ഓക്കേ. പക്ഷെ ക്വസ്റ്റ്യൻ തന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. രണ്ട് എൻഡിലും ഈക്വൽ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. അപ്പോ ഇവിടെ പ്രൊട്രാക്ടർ എടുത്ത് വെച്ചു, ഒരു ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇത് X ആണെന്ന് വിചാരിച്ചു. ഇതേപോലെ ഇവിടെ വയ്ക്കണം. ഇവിടെ മുകളിലോട്ടാണെങ്കിൽ ഇവിടെ എങ്ങോട്ട് വരയ്ക്കുക? താഴോട്ട് വരയ്ക്കുക. ആംഗിൾ എന്ത് തന്നെ ആയിരിക്കണം? X തന്നെ ആയിരിക്കണം. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കണം. ഓക്കേ. എന്നിട്ട് ചെയ്തിരിക്കുന്നത് ഈ എൻഡ് പോയിന്റ് ഉണ്ടോ, ഈ എൻഡ് പോയിന്റും ഈ എൻഡ് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നു.
ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് 3 പാർട്ടുകളാണ്. ഒന്നാമത്തെ പാർട്ട്, പ്രൂവ് ദാറ്റ് ദ പാർട്ട് ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് പാർട്ട് ഓഫ് സ്ലാന്റ് ലൈൻ ആർ ഇൻ ദി സെയിം റേഷ്യോ. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രൂവ് ദാറ്റ് two slant line at the ends of horizontal line are also in the same ratio. വേറൊന്നുമില്ല, ഈ വര ഉണ്ടോ, ഈ വരച്ചിരിക്കുന്ന ചരിച്ചു വരച്ചിരിക്കുന്ന വര ഉണ്ടോ, ഈ വര 2 പാർട്ടായിട്ടുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ വരച്ച വരയും 2 പാർട്ടായിട്ടുണ്ട്. ആ റേഷ്യോ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ ഈ ലൈനും കണ്ടോ, അതിന്റെ റേഷ്യോയും ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച റേഷ്യോസും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പേര് കൊടുക്കാം. എ, ബി, ഈ പോയിന്റ് എം, ഇവിടെ പി, ഇവിടെ ക്യൂ. ഇങ്ങനെ തന്നെ പേര് കൊടുക്കണം നിർബന്ധമില്ല, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, എ എം ബൈ ബി എം ഈക്വൽ ടു പി എം ബൈ എം ക്യൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് എ എം ബൈ ബി എം ഈക്വൽ ടു എ പി ബൈ എന്ന് തെളിയിക്കുക, ബി ക്യൂ എന്ന് തെളിയിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പടം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ കാണാൻ പറ്റും അല്ലെ. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ കാണാൻ പറ്റും. ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ എം പി എം, ട്രയാങ്കിൾ ബി എം ക്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പടമൊക്കെ വരച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ പോവാണ്. അപ്പൊ അതിന്റെ താഴോട്ട് എഴുതാം, ഇൻ ട്രയാങ്കിൾ എ എം പി ട്രയാങ്കിൾ ബി എം ക്യൂ, ത്രികോണം എ എം പി ത്രികോണം ബി എം ക്യൂ എന്നിവയിൽ ഒരു കോൺ തുല്യമാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി തന്നേക്കുന്നതായിട്ട് നമുക്ക് റീസൺ എന്തെന്ന് കൊടുക്കാം, ഗിവൺ, മലയാളം മീഡിയം തന്നിരിക്കുന്നു എന്ന് എഴുതാം. ഇനി ഞാൻ 2 ആംഗിൾ മാർക്ക് ചെയ്യാൻ പോവാണ്. എന്താണ് പ്രത്യേകത എന്ന് പറയുക? ദാ ഈ ആംഗിളും ഈ ആംഗിളും. ഈ 2 ആംഗിളിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? 2 വരകൾ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത്? ആ 2 ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കില്ലേ? നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, എതിർ കോണുകൾ തുല്യമാണ്. ഈ കോണിന്റെ പേരെന്ന് പറഞ്ഞേ, ഈ കോണിന്റെ പേര് എ എം പി. അപ്പോ ആംഗിൾ എ എം പി ഈക്വൽ ടു ഈ കോണിന്റെ പേര് പറഞ്ഞു ആംഗിൾ ബി എം ക്യൂ. റീസൺ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. റീസൺ എഴുതാണ് ഇമ്പോർട്ടന്റ്. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇപ്പോ നമുക്ക് ഈ ത്രികോണത്തിലെ 2 കോണുകളും ഈ ത്രികോണത്തിലെ 2 കോണുകളും തുല്യമായി എന്ന് കിട്ടിയില്ലേ? ഈ ത്രികോണത്തിൽ മൂന്നാമതാ ഇവിടെ ഒരു കോണില്ലേ? അതുപോലെ ഇവിടെയും മൂന്നാമത് ഒരു കോണില്ലേ? ഞാൻ എഴുതുകയാണ് കോൺ പി ഈക്വൽ ടു കോൺ ക്യൂ. എന്തുകൊണ്ടായിരിക്കും? 2 കോണുകൾ തുല്യമാവുകയാണെങ്കിൽ മൂന്നാമത്തെ കോൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഈക്വൽ ആവും. കാര്യം സം എത്രയാണ്? 180. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടണ്ടേ? അപ്പൊ ഇതും തുല്യമാണ്. ഓക്കെ അല്ലെ? സോറി, ഇതും നമുക്കറിയാം. അത് വെച്ചിട്ട് ഈ മൂന്നാമത്തെ കോൺ കണ്ടുപിടിച്ചൂടെ ഒരു വാല്യൂ കിട്ടും. അതുപോലെ ഈ 2 കോണുകൾ നമുക്കറിയാം. അത് വെച്ചുകൊണ്ട് ഈ കോൺ എത്രയെന്ന് കണ്ടുപിടിച്ചൂടെ? ഇത് 2 കൂടെ കൂട്ടുക 180 എന്ന് കുറയ്ക്കുക. അതുപോലെ ഇത് 2 കൂടെ കൂട്ടുക 180 എന്ന് കുറയ്ക്കുക. ഇത് 2ഉം അതുപോലെ ഇതും തുല്യമല്ലേ? ഈ 2ഉം ഇവിടെ കിടക്കുന്ന 2 ആംഗിളും ഈക്വൽ അല്ലേ? അപ്പൊ ഇത് കൂട്ടിയാൽ ഈക്വൽ ആയിട്ട് കിട്ടും. അത് 180 മൈനസ് ചെയ്താലും ഈക്വൽ ആൻസർ വരും. അപ്പൊ 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ആയിക്കോളും? ഈക്വൽ ആയിക്കോളും. അതിന് നമ്മൾ എഴുതുന്നത് തേർഡ് ആംഗിൾ, മൂന്നാമത്തെ കോൺ. അങ്ങനെ എഴുതിയിരുന്നാൽ മതി, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 2 കോണുകൾ തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ കോണും ഞാൻ എന്തെന്ന് എടുക്കുന്നു? തുല്യമാണെന്ന് എടുക്കുന്നു. ഇപ്പോ ഒരു ത്രികോണത്തിലെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമായില്ലേ? അങ്ങനെ തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ 2 ത്രികോണങ്ങൾ, ത്രികോണം എ എം പി യും ത്രികോണം ബി എം ക്യൂവും എന്താണ്? സിമിലർ ആണ്. സിമ്പൽ മറന്നു പോകരുത്. ത്രികോണം എ എം പി യും ത്രികോണം ബി എം ക്യൂവും സദൃശ്യ ത്രികോണങ്ങളാണ്. അതിന്റെ സിമ്പൽ ആണ് വരച്ചിരിക്കുന്നത്. എന്താ സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത? തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും. നമുക്ക് എഴുതി നോക്കാം. ആംഗിൾ എ ഇതല്ലേ, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് പി എം. ആംഗിൾ എ ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ ബി, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് എം ക്യൂ. അപ്പൊ പി എം ബൈ എം ക്യൂ. ഇനി രണ്ടാമത് ഇരിക്കുന്ന ആംഗിൾ എ എം പി എം ആംഗിൾ ബി എം ക്യൂ അല്ലേ?
ആംഗിൾ എ എം പി ഇതല്ലേ, ഇതിന് ഓപ്പോസിറ്റ് ആകുന്ന സൈഡ് എ പി, ഇതിന് ഓപ്പോസിറ്റ് ആകുന്ന സൈഡ് ബി ക്യു. ഓക്കെ, ഇനി ആംഗിൾ പി ഇതല്ലേ ആംഗിൾ പി, അതിന് ഓപ്പോസിറ്റ് എ എം. അപ്പോ ഇവിടെ ഞാൻ എ എം എന്ന് എഴുതി. ഇനി അതിന് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ ക്യു അല്ലേ, അത് എന്തെന്ന് എഴുതാം, ബൈ ബി എൻ. അപ്പോ ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ആംഗിൾ നോക്കി എടുക്കണം. റേഷ്യോയില് ആദ്യത്തെ സൈഡ് ഇവിടെ നിന്ന് എടുത്താൽ, ആദ്യത്തെ റേഷ്യോയില് ആദ്യത്തെ വാല്യൂവില് ആദ്യത്തെ ഫ്രാക്ഷനില് ന്യൂമറേറ്റർ ഇവിടെ നിന്നാണ് എടുക്കുന്നെങ്കിൽ 3 ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ഏതിൽ നിന്ന് എടുക്കണം, ഇതിൽ നിന്ന് തന്നെ എടുക്കണം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആംഗിൾ എഴുതുമ്പോൾ നോക്കി എഴുതിയാൽ മതി. ഇടതുവശത്തെല്ലാം ഒരു ട്രയാങ്കിളിന്റെതും വലതുവശത്ത് അടുത്ത ട്രയാങ്കിളിന്റെ വരണം, തിരിഞ്ഞു പോവാതെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെത് ഇടതുവശത്തും ഈ ട്രയാങ്കിൾ വലതുവശത്തുമാണ്. പിന്നെ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല, ഓപ്പോസിറ്റ് സൈഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയാൽ മതി. ഈ 3 എണ്ണവും എന്താണ്, ഈക്വൽ ആണ്. ഈ 3 വാല്യൂസും എന്താണ്, ഈക്വൽ ആണ്. അത് നമുക്ക് അറിയാവുന്ന കേസാണ്. അത് ഈക്വൽ ആകും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാര്യം എന്ത് ട്രയാങ്കിൾ ആണ്, സിമിലർ ട്രയാങ്കിൾ ആണ്. ഇത് വെച്ചോണ്ട് ഈസി ആയിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞൂടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഹൊറിസോണ്ടൽ ലൈനിന്റെ പാർട്ടും അതുപോലെ സ്ലാന്റ് ലൈനിന്റെ പാർട്ടും സെയിം റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഹൊറിസോണ്ടൽ ലൈനിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാ, എ എമ്മും എം ബി. അപ്പോ എ എം ബൈ എം ബി ഈക്വൽ ടു എന്നത് പ്രൂവ് ചെയ്യണം. ചരിഞ്ഞ് വെച്ചിരുന്ന പോലെ പി ക്യു ഉണ്ടോ, അതിന്റെ 2 പാർട്ട് ഏതൊക്കെയാണ്, പി എം ബൈ എം ക്യു. അപ്പോ എ എം ബൈ എം ബി ഈക്വൽ ടു എന്ത് വരണം, പി എം ബൈ എം ക്യു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ. ഇവിടെ നോക്ക്, എ എം ബൈ ബി എം അല്ലെങ്കിൽ എം ബി എഴുതിയിട്ടുണ്ട്, അതുപോലെ പി എം ബൈ എം ക്യു, അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒറ്റയടിക്ക് എഴുതാം, ഫ്രം എബോ എ എം ബൈ എം പി ഈക്വൽ ടു പി എം ബൈ എം ക്യു. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, ഏതാ കളഞ്ഞാൽ മതി, പ്രൂവ് ദാറ്റ് കളയുക. എന്നിട്ട് എങ്ങനെ എടുക്കാം, the part of the horizontal line and the part of the slant line are in the same ratio. ഇത് എഴുതിയിട്ട് അതിന്റെ താഴെ therefore ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് കളയുക. മലയാളം മീഡിയം തെളിയിക്കുക എന്നുള്ളത് കളയുക. അപ്പൊ എങ്ങനെ എഴുതാം, the parts of horizontal line and part of slant height are in the same ratio. ആ 2 റേഷ്യോ സെയിം ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, prove that 2 slant lines at the end of the horizontal line are also in the same ratio. ഇത് 3ഉം ഒരേ റേഷ്യോയിലാണെന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതാം, ഫ്രം എബോവ് ഈ ഫ്രാക്ഷൻ ഈ കണ്ടുപിടിച്ച സാധനം അതുപോലെ എഴുതി വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇതേ കാര്യം അതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് പറയാം, prove that കളയുക, the 2 slant height at the end of the horizontal line are also in the same ratio. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, അത് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അത് വെച്ചുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എഴുതി, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രൊപ്പോർഷനാലിറ്റി എഴുതി. 1ഉം 3ഉം എടുക്കുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി, മൊത്തത്തിൽ എഴുതിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി മൂന്നാമത്തെ പാർട്ട് എന്താ പറഞ്ഞത് നോക്കിയേ, എക്സ്പ്ലെയിൻ ഹൗ എ ലൈൻ ഓഫ് ലെങ്ത് 6 centimeter can be divided in the ratio 3:4 using this. ഇപ്പോ നമ്മൾ പഠിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് എങ്ങനെ 6 സെന്റിമീറ്റർ ലൈനെ 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാം. 6 സെന്റിമീറ്റർ ലൈൻ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യണം, 3:4 റേഷ്യോയിൽ കട്ട് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളൊരു മെത്തേഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇപ്പോ നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ അത് ബേസ് ചെയ്തുകൊണ്ട് 6 സെന്റിമീറ്റർ ലൈനെ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യണം, 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. ആദ്യം ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് പഠിക്കാം, എളുപ്പമാണ്. എത്ര സെന്റിമീറ്റർ ലൈനാണ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്, 6 അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 6 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക, 6 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആണ്. ലെഫ്റ്റ് എൻഡ് എടുക്കുക, ഇടതുവശം എടുക്കുക. എന്നിട്ട് അവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ എളുപ്പം അതായതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഒരു ആംഗിൾ എടുക്കുക. എന്നിട്ട് ഈ എൻഡിൽ നിന്ന് മുകളിലോട്ട് 3 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഈ 3 എവിടെ നിന്നാണ് കിട്ടിയത്, റേഷ്യോ 3:4 ആണ്. ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ ആണ് വരയ്ക്കുന്നത്, നിങ്ങൾ അങ്ങനെ വരച്ചാൽ മതി. അപ്പൊ ഈ എൻഡ് പോയിന്റ് എടുത്തു, ഇവിടുത്തെ എൻഡ് പോയിന്റ് എടുത്തു, നേരെ മുകളിലോട്ട് 90 ഡിഗ്രി എടുത്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. ആ ലൈനിന്റെ ലെങ്ത് എത്രയായിരിക്കണം, 3 സെന്റിമീറ്റർ. റേഷ്യോ ബേസ് ചെയ്താണ് എടുത്തേക്കുന്നത്.
ഇനി അടുത്ത എൻഡ് നോക്കുക. അടുത്ത എൻഡിലും നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൈൻ വരയ്ക്കണം. എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി. ഇത് മുകളിലോട്ടല്ലേ വരച്ചത്? അടുത്ത നമ്മൾ താഴോട്ട് വരയ്ക്കുക. ഇങ്ങോട്ട് വരയ്ക്കുക. ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഇത് 3 വന്നപ്പോ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 4 ആകുമ്പോ എത്ര സെന്റിമീറ്റർ എടുക്കുക? 4 സെന്റിമീറ്റർ. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇപ്പൊ 3 സെന്റിമീറ്ററായി 4 സെന്റിമീറ്ററായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈനും കൂടി എക്സ്ട്രാ വരയ്ക്കുക. ആൻസർ ആയി. ഈ എൻഡ് പോയിന്റ് ഉണ്ടോ? അതും ഇവിടുത്തെ എൻഡ് പോയിന്റും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടി കാണില്ല, പി. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എ എന്ന് എടുക്കുന്നു, ഈ പോയിന്റ് ബി എന്ന് എടുക്കുന്നു. അപ്പോ എ ബി എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി എ പി ഈസ് ടു പി ബി എന്ത് വരും? എ പി ഈസ് ടു പി ബി എന്ത് വരും? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എ പി. ഞാൻ അവിടെ ബി എന്നാണ് എടുത്തിരുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കിക്കോളെ, എ പി ഈസ് ടു പി ബി എന്ത് വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. ഇതും ഇതും തമ്മിലുള്ള റേഷ്യോയും ഇതും തമ്മിലുള്ള റേഷ്യോ സെയിം അല്ലേ? നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തു വെച്ചതേ ഉള്ളൂ. ഈ വാല്യൂ ഇതും തമ്മിൽ നമുക്ക് റേഷ്യോ എടുത്തൂടെ? അതും ഇതും തമ്മിലുള്ള റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പോ എ പിയുടെ സ്ഥാനത്ത് എത്രയെന്ന് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. പി ബിയുടെ സ്ഥാനത്ത് എത്രയെന്ന് കൊടുക്കാം? 4. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? എ ബി 6 സെന്റിമീറ്റർ, എയില് 3 സെന്റിമീറ്റർ മുകളിലോട്ട് പെർപെൻഡിക്കുലർ ലൈൻ, ബിയില് 4 സെന്റിമീറ്റർ താഴോട്ട് പെർപെൻഡിക്കുലർ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഏത് പോയിന്റ് കിട്ടി? പി. അപ്പൊ എ പി ഈസ് ടു പി ബി എത്ര വന്നു? 3:4. അപ്പൊ 6 സെന്റിമീറ്റർ ലൈൻ വരച്ചു. അതിന് ഏത് റേഷ്യോയിൽ കട്ട് ചെയ്തു? 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്തിരി ലെങ്തി ആണ്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The midpoint of bottom side of a square is joined to the end of the top side and extended by the same length. The end of these lines are joined and perpendicular are drawn from this point to the bottom side of square extended. ഇപ്പൊ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ഫിഗർ ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാലും ഞാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണം. ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത ഫിഗർ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ദ മിഡ് പോയിന്റ് ഓഫ് ബോട്ടം സൈഡ് ഓഫ് എ സ്ക്വയർ. അപ്പൊ അത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സ്ക്വയർ വേണം അല്ലെ? അപ്പൊ ഞാൻ സ്ക്വയർ വരച്ചു. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ മിഡ് പോയിന്റ് ഓഫ് ബോട്ടം സൈഡ്. ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ ഇത് അതിന്റെ മിഡ് പോയിന്റ് എടുത്തു. എന്ത് ചെയ്യുന്നു? R is joined to the end of top side. ടോപ്പ് സൈഡിന്റെ എൻഡിലോട്ട് ജോയിൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ നേരെ ഒരു എൻഡ് കിട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത എൻഡ് കിട്ടി. തീർന്നില്ല, പിന്നെ എന്ത് ചെയ്യാണ്? ആൻഡ് എക്സ്റ്റെൻഡഡ് ബൈ സെയിം ലെങ്ത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? സെയിം ലെങ്ത് മുകളിലോട്ട് വരച്ചു. അതുപോലെ ഇവിടെയും ഒരു ലെങ്ത് മുകളിലോട്ട് വരച്ചു. ഓക്കെ, അപ്പൊ രണ്ട് സൈഡിലും സെയിം ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. എന്നിട്ട് പറയാണ് the end of these lines are joined. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ പോയിന്റും ഈ പോയിന്റിനോട് എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാം. ഓക്കെ, നിർത്തിയില്ല. ഇവിടെ നിന്നും അതുപോലെ ഇവിടെ നിന്നും എന്ത് ലൈൻസ് വരയ്ക്കുന്നു? പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നു. These എന്താ പറഞ്ഞിരിക്കുന്നത്? The end of these lines are joined and perpendiculars are drawn from this point to the bottom side. അപ്പൊ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുകയാണ്. അപ്പൊ പെർപെൻഡിക്കുലർ ലൈൻ നേരെ താഴോട്ട് വരച്ചു. അതുപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? താഴോട്ട് വരച്ചു. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു. അത് എവിടെ മീറ്റ് ചെയ്യുന്നു? ഫ്രം ദിസ് പോയിന്റ് ടു ദി ബോട്ടം സൈഡ് ഓഫ് ദി സ്ക്വയർ എക്സ്റ്റെൻഡഡ്. അപ്പൊ ഈ സ്ക്വയറിന്റെ ലോവർ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യണം എങ്കിലേ മീറ്റ് ചെയ്യൂ. അതുപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. Prove that the quadrilateral obtained thus is also a square. ഈ കിട്ടിയിരിക്കുന്ന പുതിയതായിട്ടൊരു വലിയൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ? അതും എന്താണെന്ന് തെളിയിക്കുക? സ്ക്വയർ ആണെന്ന് തെളിയിക്കുക. അത് എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ ആണെന്ന് തെളിയിക്കുന്നത് നോക്കാം.
ഓക്കെ, സ്ക്വയർ ആണ് എന്ന് എങ്ങനെ തെളിയിക്കാം എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഈ ആംഗിള് 90 ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഈ ആംഗിളും 90 ആണെന്ന് അറിയാം. പേര് കൊടുക്കുക, എ ബി സി ഡി. പേരെന്ന് കൊടുത്തു, എ ബി സി. ഈ ഒരു പോയിന്റ് ഉണ്ടോ, അതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. പോയിന്റ് എന്തെന്ന് അവിടുത്തെ എക്സ്. അകത്തെ ട്രയാങ്കിൾ സോറി സ്ക്വയറിന് പി ക്യു ആർ എസ് എന്ന് കൊടുക്കുന്നു. പി ക്യു ആർ എസ് എന്ന് കൊടുക്കുന്നു. അപ്പോ എ ബി സി ഡി സ്ക്വയർ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പരിപാടി എ ബി സി ഡിയിലെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാം. എ ബി സി ഡിയിലെ എല്ലാ ആംഗിളും എങ്ങനെയാണ് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യുന്നത്? ക്വസ്റ്റിനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്നും പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടുന്നും എന്താണ് വരച്ചിരിക്കുന്നത്? പെർപെൻഡിക്കുലർ ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, the end of these lines are joined and perpendicular are drawn from this point to the bottom side. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ബോട്ടത്തിലോട്ട് എന്ത് വരച്ചിട്ടുണ്ട്? പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തുകൊണ്ട് ഈ ആംഗിൾ എന്തായി? 90 ഡിഗ്രി. അതുപോലെ ഈ ആംഗിളും എത്രയായി? 90. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നെ ഈ ആംഗിൾ എത്രയെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്? 90. അതുപോലെ ഇതും എത്രയെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്? 90. ഈ രണ്ട് ആംഗിളും 90 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് എങ്ങനെ 90 വന്നതെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പി ക്യു ഉണ്ടോ, അതിന് പാരലാണ് എസ് ആർ അല്ലെ, സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പാരലാണ്. ഇനി എസ് ആറിന് പാരലാണ് സി ഡി. എന്തുകൊണ്ടാണ്? ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലേ? ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണെങ്കിൽ എസ് ആറിന് പാരൽ ആയിരിക്കും സി ഡി. അപ്പൊ ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90 ആകുമ്പോ ഈ രണ്ട് ആംഗിളും എന്താവും? 90 ആവും. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു 90. അപ്പൊ എല്ലാ ആംഗിളും എത്ര ഡിഗ്രി ആയിട്ട് മാറി? 90 ഡിഗ്രി ആയിട്ട് മാറി. ഓക്കെ, എല്ലാ ആംഗിളും എന്താണ്? 90 ഡിഗ്രി ആണ്. തീർന്നിട്ടില്ല. എല്ലാ ആംഗിളും 90 ഡിഗ്രി വന്നെന്ന് കരുതി അത് സ്ക്വയർ ആവണമെന്നില്ല. എല്ലാ ആംഗിളും 90 ഡിഗ്രി വരുമ്പോ അത് എന്താവത്തേ ഉള്ളൂ? റെക്ടാംഗിൾ ആവത്തേ ഉള്ളൂ. സ്ക്വയർ ആവണമെങ്കിൽ എല്ലാ സൈഡും എന്താവണം? ഈക്വൽ ആവണം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എ ബിയും സി ഡിയും ഈക്വൽ ആയിരിക്കും അല്ലെ. എ ബിയും സി ഡിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ ബി സിയും എ ഡിയും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? എല്ലാ ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അത് വെച്ചുകൊണ്ട് ഞാനിപ്പോ എഴുതിയിട്ടുണ്ട് എ ബി ഈക്വൽ ടു സി ഡി, അതുപോലെ ബി സി ഈക്വൽ ടു എന്താണ്? എ ഡി ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് പ്രൂവ് ചെയ്യണം എ ബി ഈക്വൽ ടു ബി സി എന്നോ അതല്ലെങ്കിൽ സി ഡി ഈക്വൽ ടു ബി സി അല്ലെങ്കിൽ എ ഡി. ഈ രണ്ട് സൈഡും ഒന്നെങ്കിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സൈഡും എന്താന്ന് പ്രൂവ് ചെയ്യണം? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ലെങ്ത് എല്ലാം ഈക്വൽ ആണ് എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത്. ഓക്കെ, അത് എങ്ങനെ പ്രൂവ് ചെയ്യാം? അതുകൂടെ ആകുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഓക്കെ, അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കിക്കോളൂ. അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇത്രേ ഉള്ളൂ. എ ഡി കണ്ടോ? എ ഡി എന്ന് പറയുന്നത് അതുപോലെ ബി സി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇനി ഈ ഒരു ട്രയാംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏത് ട്രയാംഗിൾ ആണ്? എ എക്സ് ഡി. ഈ ഒരു ട്രയാംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എക്സ് ഡി എന്ന് പറഞ്ഞ ആ ട്രയാംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതില് ഈ ലൈനും അതുപോലെ ഈ സൈഡും ഏതൊക്കെ സൈഡാണ്? എ എക്സ് ഡി എന്ന് പറയുന്ന ട്രയാംഗിളില് പി എസ് എന്ന് പറയുന്ന ലൈനും എ ഡി എന്ന് പറയുന്ന ലൈനും എന്തായിരിക്കും? പാരലൽ. എന്തുകൊണ്ടാ ഈ രണ്ട് ലൈൻ ഞാൻ പാരലൽ എന്ന് പറഞ്ഞത്? ഇതും പെർപെൻഡിക്കുലർ അല്ലേ? ഈ രണ്ട് ലൈനും എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈൻ വരച്ചാൽ, ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ, ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻസും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ പി എസ് പാരലൽ ടു എന്താണ്? എ ഡി ആണ്. പി എസ് പാരലൽ ടു എന്താണ്? എ ഡി ആണ്.
ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കേസിൽ പറയാൻ പറ്റുന്ന ഒരു കേസ്, ഓക്കെ, പി എസ് പാരലൽ എന്തെന്ന് കിട്ടി, എ ഡി എന്ന് കിട്ടി. ഇനി പി എസ് എന്ന് പറയുന്ന ലെങ്തും നമുക്കൊരു കാര്യം ചെയ്യാം, എ ഡിയും പി എസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയേക്കാം. എ ഡിയും പി എസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടുത്തെ കേസിൽ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ, ഈ ചെറിയ രണ്ട് ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഏതൊക്കെയാണ്? പി എസ് എക്സും അതുപോലെ ട്രയാങ്കിൾ എ എക്സ് ഡിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ഈ രണ്ട് ആംഗിൾ 90 അല്ലേ? അതായത് ആംഗിൾ എക്സ് പി എസും അതുപോലെ ആംഗിൾ എയും എത്ര ഡിഗ്രിയാണ്? 90 ആണ്. ഓക്കെ, ഈ രണ്ടെണ്ണം എന്താണ്? ഇതും ഈ ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ആ ആംഗിളിന്റെ പ്രത്യേകത എന്താ? അതൊരു കോമൺ ആംഗിൾ ആണ് അല്ലെ? രണ്ട് ട്രയാംഗിളും വന്നിരിക്കുന്ന കോമൺ ആംഗിൾ അല്ലേ അത്? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും എന്താവണം? ഈക്വൽ ആവണം. ശരിയാണ്. ഈ ആംഗിളും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, അതുപോലെ ഈ ആംഗിൾ കോമൺ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പി എസും എ ഡിയും തമ്മിലൊരു റേഷ്യോ വരത്തില്ലേ? നമുക്ക് ഇങ്ങനെ എടുക്കാം, പി എസ് ബൈ എന്തെന്ന് വരും? എ ഡി. റേഷ്യോ എന്താണ്? പി എസ് ബൈ എ ഡി. ഇങ്ങനൊരു റേഷ്യോ ഉണ്ട്, പി എസ് ബൈ എ ഡി. തൽക്കാലം അത് ഞാൻ എ ബൈ ബി എന്ന് എടുത്തു വയ്ക്കാം. പി എസ് ബൈ എ ഡി ഈക്വൽ ടു എന്തെന്നെടുത്തു? എ ബൈ ബി എന്ന് എടുത്തു. ഓക്കെ, പി എസ് ബൈ എ ഡി ഈക്വൽ ടു എന്താണ്? എ ബൈ ബി ആണ്. ഓക്കെ, ഇതില് പി എസ് എന്ന് പറയുന്ന ലെങ്തും എസ് ആർ എന്ന് പറയുന്ന ലെങ്തും ഈക്വൽ ആണ് അല്ലെ? അകത്തുള്ള സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അകത്തുള്ളത് ഒരു സ്ക്വയർ ആണ്. സോ പി എസും എന്തും ഈക്വൽ ആയിരിക്കും? എസ് ആറും ഈക്വൽ ആണ്. അപ്പൊ പി എസ് ഈക്വൽ ടു എന്താണ്? എസ് ആർ ആണ്. പി എസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? നമുക്ക് എസ് ആർ എന്ന് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഈ എസ് ആറും സി ഡിയും തമ്മിലുള്ള ബന്ധം എന്താ? എസ് ആറും സി ഡിയും പാരലൽ അല്ലേ? എന്തുകൊണ്ടാണ് എസ് ആറും സി ഡിയും പാരലൽ എന്ന് പറഞ്ഞത്? ഈ ലെങ്തും ആക്ച്വലി ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ ഈ ലെങ്തും ഈക്വൽ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് സെയിം ലെങ്ത് ആണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണ്, അതുപോലെ ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എടുത്താലും നമുക്ക് എന്ത് തന്നെ വരും? സെയിം മോഡലിലുള്ള റേഷ്യോ തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എസ് ആർ ബൈ എന്താണ്? സി ഡി. ഓക്കെ, തമ്മിലുള്ള റേഷ്യോ എന്തെടുക്കാം? എസ് ആർ ബൈ സി ഡി. അപ്പൊ ഇവിടുത്തെ കേസിൽ പി എസ് ബൈ എ ഡി ഉണ്ട്, ഇവിടെ നമുക്ക് എസ് ആർ ബൈ സി ഡി കിട്ടിയിട്ടുണ്ട്. എസ് ആർ എന്ന് പറയുന്നത് പി എസിന് ഈക്വൽ അല്ലേ? അപ്പൊ ഇത് പി എസ് ബൈ സി ഡി എന്ന് എടുത്തൂടെ? ഓക്കെ, ഈ രണ്ട് റേഷ്യോസും സെയിം ആയിരിക്കും. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് റേഷ്യോസും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ പി എസ് ബൈ എ ഡി ഈക്വൽ ടു എന്ത് വരും? പി എസ് ബൈ സി ഡി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ഏത് കട്ട് ചെയ്ത് കളയാം? പി എസും കട്ട് ചെയ്യാം. റെസിപ്രോക്കൽ എടുത്താൽ എ ഡി ഈക്വൽ ടു എന്തെന്ന് വരും? സി ഡി. അപ്പോ ഈ ലെങ്തും എന്തായി? ഈക്വൽ ആയി. ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ ലെങ്തും ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പൊ എല്ലാ സൈഡും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം നോക്കിയത് ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആണോ നോക്കി, ആണെന്ന് മനസ്സിലാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സൈഡ് എല്ലാം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. എ ഡിയും ബി സിയും ഈക്വൽ ആണ്, അതുപോലെ എ ബിയും എന്തും ഈക്വൽ ആണ്, സി ഡിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഏതൊക്കെ ലെങ്ത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു. എ ഡിയും സി ഡിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തു. നമ്മൾ റേഷ്യോ ഒക്കെ വെച്ച് ആംഗിൾ ബേസ് ചെയ്തുകൊണ്ട് റേഷ്യോ വെച്ചുകൊണ്ടാണ് നോക്കിയത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കി. എന്താ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കി. സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എക്സ്പ്ലെയിൻ ഹൗ വി ക്യാൻ ഡ്രോ എ സ്ക്വയർ വിത്ത് the two corner on the semicircle and the other two corner on the diameter as in the figure. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ലൈൻ വരച്ചിട്ടുണ്ട് 8 സെന്റിമീറ്റർ. അതൊരു ഡയമീറ്റർ ആയിക്കൊണ്ടൊരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അതിനകത്ത് എന്ത് വരച്ചിരിക്കുകയാണ്? ഒരു സ്ക്വയർ വരച്ചിരിക്കുകയാണ്. അപ്പൊ രണ്ട് വെർട്ടെക്സ് എവിടെയാണ്? സർക്കിളിലാണ്. രണ്ടെണ്ണം എവിടെ കിടക്കുന്നു? ഡയമീറ്റർ കിടക്കുന്നു.
ഈ ഒരു ഫിഗർ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഓക്കെ, ആ തന്നിരിക്കുന്ന ഫിഗർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ തൊട്ട് മുമ്പത്തെ ഫിഗർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. 8 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്ത് ചെയ്യാം? 8 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരയ്ക്കാം. പിന്നെ നമുക്ക് അടുത്ത എന്ത് വേണം? സർക്കിൾ വേണ്ടേ? സോറി, സെമി സർക്കിൾ വേണ്ടേ? അർദ്ധവൃത്തം വരയ്ക്കണ്ടേ? അതിന് ഇതിന്റെ ബൈസെക്ട് വരയ്ക്കുക, എങ്കിലേ മധ്യബിന്ദു കിട്ടും. അപ്പൊ ഞാൻ കോമ്പസ് എടുത്തു, ഇവിടെ വെച്ചു, പകുതിക്കുള്ളെടുത്ത് മുകളിൽ താഴെ മാർക്ക് വരച്ചു, ഇവിടെ വെച്ചുകൊണ്ട് ഈ ആർക്ക് കട്ട് ചെയ്തു, അല്ലെങ്കിൽ സ്കെയിൽ വെച്ചുകൊണ്ട് 4 മാർക്ക് ചെയ്താലും മതി. ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? സെന്റർ കിട്ടി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് കോമ്പസ് എടുത്ത് ഇവിടെ വെക്കുന്നു, ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, ഒരു സർക്കിൾ എന്ന് വരച്ചു. ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, എന്ത് വരയ്ക്കുന്നു? ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു സ്ക്വയർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യം സ്കെയിൽ എടുത്ത് ഇവിടെ വെക്കും. ഓക്കെ, സ്കെയിൽ എടുത്തു ഈ ഒരു ഡയമീറ്റർ വെക്കുക. സ്കെയിൽ എടുത്ത് ഡയമീറ്റർ വെക്കും. എന്നിട്ട് സെന്ററിന്റെ ഇടതുവശത്തോട്ട് 1 സെന്റിമീറ്റർ, അതുപോലെ വലതുവശത്തോട്ടും 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇടത്തോട്ടും വലത്തോട്ടും എത്ര സെന്റിമീറ്റർ മാർക്ക് ചെയ്തു? 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കും. അതിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി വരയ്ക്കും. അതുപോലെ ഇവിടുന്ന് ഒരു ലൈൻ മുകളിലോട്ട് വരയ്ക്കുന്നു. എത്ര സെന്റിമീറ്റർ? 2 സെന്റിമീറ്റർ. ഇത് 90. ഓക്കെ, അപ്പൊ ഇത് 2 സെന്റിമീറ്റർ, ഇത് മൊത്തത്തിൽ 2 സെന്റിമീറ്റർ, ഇതും 2. ഇതങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ അത് എന്ത് കിട്ടും? 2. അപ്പൊ നമ്മള് 8 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരച്ചു. അത് ബൈസെക്ടർ സോറി ഡയമീറ്റർ വ്യാസമായിക്കൊണ്ട് അർദ്ധവൃത്തം വരച്ചു. എന്നിട്ട് വൃത്തത്തിനകത്ത് ഈ ഭാഗത്ത് എന്ത് ചെയ്തു? 2 സെന്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ വരച്ചു. എങ്ങനെയാ 2 സെന്റിമീറ്റർ സ്ക്വയർ വരച്ചത്? ഈ പോയിന്റ് സെന്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിലും 1, മുകളിലോട്ട് 2 വീതം വരച്ചു. ജോയിൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സെന്റർ കണ്ടോ? ഈ പോയിന്റും ഈ പോയിന്റ് കണ്ടോ? ജോയിൻ ചെയ്തുകൊണ്ട് ഒരു വര നീട്ടി അങ്ങ് വരയ്ക്കുക. സർക്കിളിൽ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. അതുപോലെ ഇവിടെയും ഈ പോയിന്റ് എടുക്കുക, ഈ പോയിന്റ് എടുക്കുക, ജോയിൻ ചെയ്ത് നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇപ്പൊ സർക്കിളിൽ നമുക്ക് 2 പോയിന്റ് കിട്ടിയില്ലേ? ആൻസർ ആയി. ഈ 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റ് നേരെ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ ആംഗിൾ എത്രയായിരിക്കണം? 90. ഇപ്പൊ നമുക്ക് പുതിയൊരു സ്ക്വയർ കിട്ടി. കാര്യം അകത്തുള്ള സ്ക്വയർ ആകുമ്പോ ഇങ്ങനെ ഏത് പടം വരച്ചാലും നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. തൊട്ട് മുമ്പേ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇവിടെ പുതിയൊരു സ്ക്വയർ കിട്ടി. ആ സ്ക്വയറിലെ 2 പോയിന്റ് എവിടെയാണ്? സർക്കിളിലാണ്. അതല്ലേ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ നമ്മളത് വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ 2 ക്വസ്റ്റ്യനെ നമ്മളിത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറച്ച് ടൈം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വീഡിയോ കാണുക, എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് സിമിലർ ട്രയാങ്കിളിലെ 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ 1, ഇന്നത്തെ ക്ലാസ്സിൽ 2. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ബാലൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.